തിരുവനന്തപുരത്ത് BJP ഉറപ്പായി പിടിക്കുമെന്ന് കരുതുന്ന മണ്ഡലമാണ് നേമം. പൊളിറ്റിക്സ് കേരള സർവേയിലും നേമത്ത് BJPക്ക് ആധിപത്യമുണ്ടാകുമെന്ന് തെളിഞ്ഞിരുന്നു. എന്നാൽ അവസാന ലാപ്പിൽ നേമത്തിൻ്റെ കളി മാറുകയാണ്. നേമം ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത് SDPI ആയിരിക്കും. SDPI ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇടതുപക്ഷം SDPIയോട് സഹായം അഭ്യർത്ഥിച്ചെന്ന വിവാദം നിലനിൽക്കെ തന്നെ SDPI ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞതോടെ നേമത്തെ സ്ഥിതിഗതികൾ മാറുകയാണ്. SDPIക്ക് 20,000-ഓളം വോട്ടുകൾ നേമത്തുണ്ട്. SDPIക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള മണ്ഡലങ്ങളിൽ ഒന്നാണ് നേമം. അതുകൊണ്ട് തന്നെ നേമത്തെ മത്സരം പിരിമുറുക്കത്തിലേക്ക് പോകുന്നു. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഈസി വാക്കോവറായിരുന്നു പ്രതീക്ഷിച്ചത്. ശിവൻകുട്ടി മത്സരിക്കാൻ എത്തിയെങ്കിലും രാജീവ് ചന്ദ്രശേഖറിന് തന്നെയായിരുന്നു നേമത്ത് മുൻതൂക്കം. ഈ സാഹചര്യത്തിലാണ് SDPI ഇടതുപക്ഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ശിവൻകുട്ടി 3000-ലേറെ വോട്ടുകൾക്കാണ് കുമ്മനം രാജശേഖരനെ നേമത്ത് പരാജയപ്പെടുത്തിയത്. SDPI വോട്ടുകൾ ഒന്നടങ്കം ശിവൻകുട്ടിക്ക് ലഭിച്ചത് കഴിഞ്ഞ തവണ ശിവൻകുട്ടിക്ക് സഹായകമായി മാറി. മാത്രമല്ല K മുരളീധരൻ കഴിഞ്ഞ തവണ നല്ല രീതിയിൽ കോൺഗ്രസ് വോട്ടുകൾ പിടിക്കുകയും ചെയ്തു. ഇത്തവണ KS ശബരിനാഥനാണ് കോൺഗ്രസിന് വേണ്ടി നേമത്ത് മത്സരിക്കുന്നത്. KS ശബരിനാഥന് നേമത്ത് സ്വാധീനമുണ്ടാക്കാൻ, കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് വോട്ടുകൾ ചോരാതിരിക്കാൻ KS ശബരിനാഥിൻ്റെ സാന്നിധ്യം സഹായിക്കും. ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖറും തമ്മിലാണ് പ്രധാന മത്സരം നടക്കുന്നത് നേമത്ത്. ഇരുകൂട്ടരും പ്രചരണത്തിൽ കട്ടയ്ക്ക് നിൽക്കുകയാണ്. ശിവൻകുട്ടിക്ക് ഇപ്പോൾ പിന്തുണ വർദ്ധിച്ചു വരുന്നു നേമത്ത് എന്നുള്ളത് ശ്രദ്ധേയം. പാർട്ടി പ്രവർത്തകർ ഒന്നടങ്കം ശിവൻകുട്ടിക്ക് വേണ്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് പരാജയപ്പെട്ടാൽ അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വലിയൊരു തിരിച്ചടിയായി മാറും. SDPI ശിവൻകുട്ടിക്ക് വോട്ട് നൽകും എന്ന് പ്രഖ്യാപിച്ചതോടെയാണ് നേമത്തിൻ്റെ ചിത്രം മാറി തുടങ്ങിയത്. ആദ്യഘട്ടത്തിൽ SDPI സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥി നിർത്തും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലെങ്കിൽ UDFനെ സപ്പോർട്ട് ചെയ്യും, പിന്തുണയ്ക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ UDF നേമത്ത് ജയിക്കില്ല. അതുകൊണ്ട് SDPI ബുദ്ധിപൂർവമായ ഒരു തീരുമാനം എടുത്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിലെ പല നിയോജക മണ്ഡലങ്ങളിലും SDPIക്ക് ശക്തമായ സ്വാധീനമുണ്ട്. നേമത്ത് മാത്രമല്ല, മഞ്ചേശ്വരം BJP പ്രതീക്ഷിക്കുന്ന മറ്റൊരു മണ്ഡലം മഞ്ചേശ്വരമാണ്. BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ മത്സരിക്കുന്ന മഞ്ചേശ്വരത്തും നല്ല സ്വാധീനം SDPIക്കുണ്ട്. അവിടെ അവർ സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിച്ചിരുന്നു. അവിടെ 20,000-ഓളം വോട്ടുകൾ അവർക്കുണ്ട്. അവസാന ഘട്ടത്തിൽ അവർ UDFനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ച് സ്ഥാനാർത്ഥിയെ മാറ്റുകയായിരുന്നു. എന്തായാലും SDPI കേരളത്തിൽ പുതിയൊരു രാഷ്ട്രീയ ശക്തിയായി മാറുകയാണ്. SDPIക്ക് കൃത്യമായ ഒരു കേഡർ സംവിധാനമുണ്ട്. ആ കേഡർ സംവിധാനം അനുസരിച്ച് നേതാക്കൾ പറയുന്ന രീതിയിൽ വോട്ട് ചെയ്യാൻ അവർക്ക് കഴിയും. നിശബ്ദ വോട്ടുകളാണ് അവരുടെ കരുത്ത്. പുറമേ ബഹളമൊന്നും കാണിക്കില്ല, പക്ഷേ നിശബ്ദമായി അവർക്ക് വോട്ട് ബാങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നേമത്തിൻ്റെ ചിത്രം ഇപ്പോൾ അവസാന ലാപ്പിൽ മാറിമറിയുന്നത് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ അറിയിക്കുന്നു. നേമത്ത് ഇനി ആര് ജയിക്കുമെന്ന് തീരുമാനിക്കുന്നത് SDPI ആയിരിക്കും. SDPI കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു.